എല്ലാവരുടെയും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നേക്കുന്ന ഒരു പേരാണ് രേണു സുധി. മോഹൻ കാണുമ്പോൾ തന്നെ ഫുൾ നെഗറ്റീവ്. രേണുവിന്റെ വേറൊരു സൈഡ് ആൾക്കാർ കാണും. രേണുവിനെന്ന് പറഞ്ഞാൽ നല്ല നെഗറ്റീവ്. ഇനി എടുക്കാൻ നെഗറ്റീവ് ഒന്നും ബാക്കിയില്ല. ഇനി എവിടെ ഇല്ലാത്തത് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിന്നർ ആവാൻ ചാൻസ് ഉണ്ടോ രേണു ചേച്ചി? ഒരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് രേണു സുധീനെ എങ്ങനെ എവിടെയൊക്കെയാണ് ആ സ്ട്രെങ്ത് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം അവിടെ നമ്മുടെ ചുറ്റും നമ്മുടെ കൂടെ എടാ കുഴപ്പമൊന്നും കേട്ടോ ഞാനുണ്ടെന്ന് പറയുന്ന ആള് വരെ കള്ളമായിരിക്കും പറയുന്നത്. അതെ, അവർക്ക് വേണ്ടിയായിരിക്കും പറയുന്നത് ഞാനുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ ലാലേട്ടൻ വന്നിട്ട് മോനെ എന്തെങ്കിലും കഴിച്ചാ മോനെ എന്ന് പറഞ്ഞാൽ തീർന്നു കഴിഞ്ഞു. നമ്മളൊക്കെ പ്രതീക്ഷയോടെ ഇങ്ങനെ ഇരിക്കും. ആദ്യം ലാലേട്ടൻ എന്താ മോനെ ഓരോരുത്തർ എന്തൊക്കെയാ കഴിച്ചതെന്ന് പറഞ്ഞ് അതേപോലെ ഒരു കണ്ടസ്റ്റന്റ് പേഴ്സണലായിട്ട് പറഞ്ഞത് ചെകുത്താൻകോട്ടയുടെ ചെകുത്താൻകോട്ട അങ്ങനെയാണ് പറഞ്ഞത്. ഞാനിപ്പോ നെഗറ്റീവ് ആവും. ഇതൊക്കെ 1000 ചിന്തകളായിരിക്കും അതിനകത്ത് കളിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന ഗെയിമാണ്. കാര്യം രാജാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നോക്കണ്ട. അവർക്ക് വേണ്ടിട്ട് ജീവൻ കളയാൻ വരെ റെഡി ആയിട്ടുള്ള അത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുക. അങ്ങനെ റിയൽ ആയിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോഴും ഓരോരുത്തർ രാജാവായി തന്നെ ഇരിക്കും. അങ്ങനെ ഒരാളില്ലല്ലോ. ഇവര് രാജാക്കന്മാര് വരെ താഴെ ഇറങ്ങി ഇപ്പൊ നിൽക്കുകയാണ്. അതെ അതെ, അത് പിന്നെ അടുത്ത രാജാവിന് വേണ്ടി കാത്തിരിക്കുക. രാജാവ് ഇല്ലെങ്കിൽ പിന്നെ അത് ഫോൾസ് ഇംപ്രഷൻ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള. നിങ്ങളല്ലേ എങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, തെറ്റാണ്, ക്ഷമിക്കില്ല, നിങ്ങൾ ക്ഷമിക്കൂല. ചെറിയ വരി മാറിയാൽ തന്നെ അങ്ങനെ ഒരു മട്ടുപ്പ് തോന്നിയ ഒരു സീസൺ ഏതാ? സീസൺ 5 നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ്? 4 ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ടോക്സിക് ആണേ. 4 ടോക്സിക്. കാര്യം അത്ര അറ്റാക്ക് കിട്ടിയ സീസൺ പറഞ്ഞാൽ അത്ര അറ്റാക്ക് കിട്ടിയ സീസണാണ്. പിന്നെ നീ അതല്ലേ നീ ഈ വീട്ടിൽ നല്ലതാ പറയുന്നത്, എന്നാലും ഇല്ല നീ അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കണം. നമ്മളെന്ത് ഇത് എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ അവർക്ക്. ഞാൻ എപ്പോഴും പറയും ഇത് കണ്ട് കളയും, ഇത് വെറുതെ കണ്ട് കളയേണ്ട ഷോ ആണ്, ഇതൊന്നും എടുക്കാനില്ല. ചിലപ്പോ നിങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ വെറും ഫേക്കായിരിക്കും. അത് അർഹിക്കാതെ വിജയായി പോയെന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള ഇംപ്രഷൻ ഉണ്ടാക്കി ദിൽഷ എടുത്തു. ദിൽഷയുടെ കഴിവാണത്, ദിൽഷയുടെ ഗെയിമാണത്. അല്ല തെറ്റാണ് നിങ്ങൾ പറഞ്ഞേക്കണം മൊത്തം. അങ്ങനെ ഇത്ര മിസ്റ്റേക്ക് മതി. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ താഴെ കമന്റ്സിൽ വരും. അതുപോലെ തന്നെ രേവതി ഡോക്ടറാണ് അതെ എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്കൊരു ഞെട്ടലായി. ഷെഫീന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താ അവിടെ? ചില ഈ കോമ്പോസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വെറുപ്പിച്ചിരിക്കും. ഇങ്ങനെ ഉറങ്ങത്തുമില്ല. അങ്ങനെ മാക്സിമം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയ ഉറങ്ങി. അപ്പൊ ചിലപ്പോൾ കൂടുതൽ ഉറങ്ങിപ്പോ അറിയാതെ ഉറങ്ങിപ്പോണെങ്കിൽ ഷെഫി തന്നെ വിളിച്ചെണീപ്പിച്ചെടുത്തും എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ആള് വേണം എന്റെ കൂടെ, ഇല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ക്യാമറ, പിന്നെ പുള്ളിക്കാരൻ തന്നെയാണ് എല്ലാം. ഞാൻ ക്യാമറ എടുത്ത് ആക്കി കൊടുക്കും വീഡിയോ, പുള്ളിക്കാരൻ അത് എടുത്ത് റെഡിയാക്കി സെറ്റാക്കി അല്ലേ ഇടും. പക്ഷെ നമ്മള് പറഞ്ഞ പ്രേക്ഷകർ അവിടെ അമിതമായ പ്രതീക്ഷ, കല്യാണം, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യല്, ഇതൊക്കെയാണ് കമന്റ് ബോക്സില്. ഭയങ്കര കർശനമായിട്ട് ആരെയൊക്കെ എതിർത്ത് പറഞ്ഞ ലാലേട്ടനെ വരെ പറയുന്ന ആൾക്കാരും എല്ലാ ലാംഗ്വേജസിലും ഹോസ്റ്റ് എപ്പോഴും അറ്റാക്ക് നേരിടുന്ന ആളാണ്. അതെ അതെ, ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നില്ലെങ്കിൽ ജാസ്മിൻ കപ്പടിക്കുമായിരുന്നു. അത് ഉറപ്പാണ്. ഒരിത് വരും. അതായത് ഓൾറെഡി വിളിച്ച ആൾക്കാരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാര്യം നമ്മുടെ ഇങ്ങോട്ടൊക്കെ പലതും ആ കോണ്ടാക്റ്റിലൂടെ നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഇവരെ ഇത്രയും പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, കോണ്ടാക്ട് വന്നിട്ടുണ്ട്, ഇത്രയും പ്രാവശ്യം ഇവരെ സീസണിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം. ബിഗ് ബോസ് വരാൻ പോകുന്നു എന്ന് പ്രമോ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അതിന്റെ ആരാധകർ എന്ന് പറയുന്നത്. കാരണം ഇനി 90 ദിവസം എന്ത് ചെയ്യണം എന്ന് ആർക്കും പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ ബിഗ് ബോസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതാരാ? ബിഗ് ബോസിൽ റിവ്യൂ നമുക്ക് തരുന്നത് അല്ലേ. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കാണുന്ന ഒരു ചാനലാണ് ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് ആരെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, രേവതി ആൻഡ് ഫാമിലി. എന്താണ് ഇപ്പൊ പറയാന്ന് പറഞ്ഞാല് നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നമുക്ക് റിവ്യൂ വൈസ് നോക്കുമ്പോൾ. അപ്പം ആ ഒരു വിശ്വാസം ആർജിച്ചെടുക്കാന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു കാര്യമല്ല. അതെന്തായാലും എങ്ങനെയാണ് അത് സാധിച്ചത്? കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മള് അതിനോട് ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് ചെയ്തത് തുടക്കം തൊട്ടേ. ഒരു എന്താ പറയണ്ടേ, നമ്മൾ ഒരു ബിഗ് ബോസ് ചാനൽ തുടങ്ങി വലുതാവണം അങ്ങനെയൊന്നുമില്ല. ബിഗ് ബോസിനോട് ഭയങ്കര ഇഷ്ടം തുടങ്ങി ചെയ്തതാണ്.
നമുക്ക് ചെയ്ത് നോക്കാലോന്ന്. അപ്പൊ ഷെബീസ് എന്ത് ചെയ്തു, നീ അല്ല ഷെബീസ് ചെയ്ത് നോക്ക്, നീ വെറുതെ അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ് അതവര് ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്ത് തന്നല്ലേ ഷെബി. ഏറ്റവും കുറഞ്ഞ ക്യാമറ ഒക്കെ എടുത്ത് താഴെ ഇങ്ങനെ വെച്ചു അതെ, ഫസ്റ്റ് നിലത്തിരുന്ന് ആ വീഡിയോ ഇല്ല, വീഡിയോ മാറ്റി കാര്യം കോപ്പി ഇങ്ങനെ ഇതൊക്കെ ഫോട്ടോസ് ഒക്കെ വെച്ചാണ് ചെയ്തത്. അപ്പൊ അത് ഷെബീസ് പറഞ്ഞ നീ ചെയ്യോ എന്തെങ്കിലും ഒക്കെ ചെയ്യവിടെ. ഞാൻ ശരി ഞാൻ ചെയ്തോളാം. അതിന് തറയിൽ ഇരുന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നു. ഒന്നും ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻകം കിട്ടും, റവന്യൂ കിട്ടും, അല്ലെങ്കിൽ റിവ്യൂവർ ആവണം ഒന്നുമില്ല, ചെയ്തു. പക്ഷെ പിന്നെ സപ്പോർട്ട് കിട്ടി തുടങ്ങിയത് കമന്റ്സിൽ നിന്നാ. ആദ്യം ഒരു 10 കമന്റ് വന്നു, പിന്നെ 2 ദിവസമല്ലേ ചെയ്യാതെയൊക്കെ ഇരുന്നു. അപ്പൊ ഷെബി പറയും നീ ചെയ്യ്, എനിക്ക് വയ്യ. അവസാനം ചേച്ചി എന്താ ചെയ്യാത്തത് എന്നൊക്കെ കമന്റ്സ് കുറെ വന്നു തുടങ്ങി. അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു തുടങ്ങി. ഇപ്പൊ ഇവിടെ വരെ നിൽക്കുന്നു. അതെ. അപ്പം ഈ ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നോ അതോ ഓൾറെഡി ഉള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്? ഓക്കെ, അന്ന് തന്നെ ഈ പേരും ഇങ്ങനെ പേര് തന്നെ ഇങ്ങനെ. ഞാൻ ബിഗ് ബോസ് എന്തോ ഒരു പേര് എഴുതാനോ, അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ പേരാണ്. അതെ. ഓൾറെഡി ഫാമിലി വ്ളോഗിനും കാര്യത്തൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു? ഇല്ല, ചെറിയൊരു ചാനൽ നമുക്ക് ഉണ്ടായിരുന്നു, രേവൂസ് ഹോം എന്ന് പറഞ്ഞിട്ട്. അതിലിങ്ങനെ നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്ത് പോയത്. അത് ഇതേ ഫോർമാറ്റേ അല്ല, ഈ രേവു അല്ല, വേറൊരു സാധാ പാവ രേവു. അങ്ങനെ വേറൊരു രേവതി അത്. പക്ഷെ ഇതിനകത്താണ് ഞാൻ അതിന് തുടക്കത്തിലേക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ നമ്മള് നമ്മുടെ ആൾക്കാരോട് സംസാരിക്കുന്ന, നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ ആയി റിവ്യൂ പറയുന്നത്. അതെ, ആ പറഞ്ഞത് അതാ ഞാൻ പറയാൻ വരുമായിരുന്നു. അത് ഓൾറെഡി ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് സംസാര ശൈലിയാണ് മെയിൻ വ്യത്യസ്തയാക്കുന്നത്. അപ്പം ശരിക്കുള്ള രേവതിനെയാണോ നമ്മളപ്പം? അതെ, ഞാൻ ഇങ്ങനെ തന്നെ. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കും, എന്നോടൊന്ന് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും, ഞാൻ ഇങ്ങനെ തന്നെ അല്ലേ, ഞാൻ ഇത്രയും നീ ഇങ്ങനെ തന്നെ അടി, നീ ഇങ്ങനെ തന്നെയാ, ചില സമയത്ത് ഇങ്ങനെയൊക്കെ കാണി ഇമിറ്റേറ്റ് ചെയ്യും, ഇങ്ങനെ തന്നെയാ ഞാൻ ഇങ്ങനെ തന്നെ അല്ലേ, ആ ശരി എന്ന്. അപ്പൊ എനിക്ക് തന്നെ ഒരു ഇത് വരും, ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന്. പക്ഷെ സൈലന്റ് മോഡൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും, ഞാനും മിണ്ടാതെയൊക്കെ ഇരിക്കും. പൊതുവെ എങ്ങനെയാണോ യൂഷ്വലി ഒരു 80% എങ്ങനെയാണോ രേവതി അത് തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ കാണുന്നത്. അപ്പം ഫസ്റ്റ് ഈ ഇടയ്ക്കൊക്കെ എന്നാ രേവതിക്ക് പകരം ഷിഫീനെ ഏൽപ്പിക്കാം അങ്ങനെയൊക്കെ ചോദിക്കും വിചാരിച്ചോ? ഞാന് ശരിക്ക് എല്ലാ കാര്യങ്ങളും പുറകെ നിന്ന് എനിക്ക് എല്ലാം സപ്പോർട്ടും തരും, സംസാരിക്കും, അതിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ തരും, അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു മെയിൻ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അതെ നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്യും, ആശയം. അപ്പൊ ഫൈനൽ ഡിസിഷൻ പുള്ളിക്കാരിയാണ്. ഞാൻ ചോദിക്കും എന്താ ഷെബിക്ക് തോന്നുന്നത്, എന്താ ഷെബിസിന് തോന്നുന്നത്, എന്താ ഇത് എങ്ങനെയാണ്, ഇത് കറക്റ്റ് അല്ലേ ചെയ്യുന്നത്? അപ്പം അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നി ഇങ്ങനെ. അപ്പൊ എന്നിട്ട് ഞാൻ എന്റേതായിട്ടുള്ള ഇത് എടുക്കും. കാര്യം പ്രേക്ഷകർ എന്തായി ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ആ ഫോക്കസ് എടുക്കും. ഷെബി പറയുന്നത് പ്രേക്ഷകന്റെ വ്യൂ ആണ്, ഷെബിയുടെ വ്യൂ. ഞാൻ എന്റേതായിട്ടുള്ള റിവ്യൂവറിന്റെയും കൂടെ എടുക്കും അതിനകത്ത്. അതെ, അങ്ങനെ എടുത്തിട്ടാണ് പറയാറ്. എപ്പോഴെങ്കിലും ഈ പറയുന്ന പോലെ ഈ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഉറക്കം ഉണ്ടാവില്ലല്ലോ, സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. അപ്പം ആ ഒരു സമയത്ത് ഷെഫീന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താ അവിടെ? എന്നെ വിളിച്ചെണീപ്പിക്കും. ഞാൻ ആകെ 2 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ. കാര്യം ഞാൻ 3 മണി ലവ് കോംബോ ഒക്കെ ഉണ്ടെങ്കിൽ 3 മണിയൊക്കെ ആവും. ചില ഈ കോമ്പോസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വെറുപ്പിച്ചിരിക്കും, ഞാൻ ഉറങ്ങത്തുമില്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ എന്തായാലും കേട്ടേ പറ്റുള്ളൂ. കാര്യം അറിയണമല്ലോ എന്താണ് ഇനി അവരെന്തെങ്കിലും ഒന്ന് മൂളിയെങ്കിൽ അത് അറിയണം അതിനകത്ത്. അയ്യോ അവരിങ്ങനെ പറഞ്ഞിരുന്നു, അത് പറഞ്ഞില്ലെങ്കിൽ ഇനി രാവിലെ ആകുമ്പോൾ ചേച്ചി ഇതൊന്നും കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് വരും. കാര്യം ഇതൊക്കെ കാണുന്ന ആൾക്കാരും ഉണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പൊ അതിന്റെ അപ്ഡേറ്റ് കൊടുക്കുക. അപ്പൊ ഞാൻ മാക്സിമം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയ ഉറങ്ങി. അപ്പൊ ചിലപ്പോൾ കൂടുതൽ ഉറങ്ങിപ്പോ അറിയാതെ ഉറങ്ങിപ്പോണെങ്കിൽ ഷെബി തന്നെ വിളിച്ചെണീപ്പിച്ചിരുത്തും, എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ആള് വേണം എന്റെ കൂടെ, ഇല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ക്യാമറ, പിന്നെ പുള്ളിക്കാരൻ തന്നെയാണ് എല്ലാം. ഞാൻ ക്യാമറ എടുത്ത് ആക്കി കൊടുക്കും വീഡിയോ, പുള്ളിക്കാരൻ അത് എടുത്ത് റെഡിയാക്കി സെറ്റാക്കി അല്ല ഇടും. അപ്പം അതായത് അല്ലാണ്ട് നോക്കുമ്പം ഷെഫിന്റെ ജോബ് എന്ന് പറയുമ്പോ ഞാൻ ശരിക്കും മെഡിക്കൽ ഫീൽഡിലായിരുന്നു. ഞാൻ പ്രൊഫഷണലി ടീച്ചറായിരുന്നു. പക്ഷെ അതൊക്കെ വിട്ട് മെഡിക്കൽ ഫീൽഡിൽ വന്ന് ഇപ്പൊ നമുക്ക് യൂട്യൂബാണ് എല്ലാം. ഒരാളില്ലാതെ നമുക്ക് പറ്റത്തില്ല, ഒറ്റയ്ക്ക് രേവതിനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. മോളുടെ കാര്യം നോക്കണം, വീട്ടില് അച്ഛനും അമ്മയുണ്ട്, അപ്പൊ അവരുടെ കാര്യം നോക്കണം. അങ്ങനെ. അതെ. മോക്കിപ്പോ എത്ര വയസ്സായി? മോക്കിപ്പോ എത്ര വയസ്സായി? 5 years old. എന്താ കുഞ്ഞിന്റെ പേര്? പേര് പറ. പറഞ്ഞു ഗൈസ്, അമ്മ റിവ്യൂ പറയുമ്പോ പോയി ഇരിക്കാറുണ്ടോ? വീഡിയോ ചെയ്യുമ്പോ ഇരിക്കുവോ മോള്? ഇരിക്കും. എന്നെ പിന്നെ ശല്യപ്പെടുത്തുന്ന ആരാണ്?
അതൊന്നും ഇവിടെ ഞാൻ പറയരുത്. അവസാനം മുടിയിലൊക്കെ പിടിച്ചു പോടി മാറി നീക്കി ഞാൻ ഇട്ടിട്ട് അപ്പൊ ഞാൻ പറയാന്ന് പറയുന്ന ആരാണ്? എന്റെ കസേരയുടെ മുകളിലൊക്കെ കയറി മുകളിൽ ബാക്കിൽ കയറിയിരിക്കും. എന്റെ ഞാൻ സെറ്റാക്കി വെച്ചേക്കണ മുടിയിലെയൊക്കെ പിടിച്ച് വലിക്കും. എന്നിട്ട് എന്റെ കൂടെ ഇങ്ങനെയൊക്കെ കാണിക്കും. ഓ അതെ. എന്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് എങ്ങനെ അമ്മ പോസ് ചെയ്യാൻ എങ്ങനെ പോസ് എങ്ങനെ ചെയ്യണേ? പോസ് ചെയ്യുന്നത്? ഇങ്ങനെയല്ല വിത്ത് ആക്ഷൻ ഒക്കെ കാണിക്കാം ഇങ്ങനെ. അത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഫസ്റ്റ് ടൈം കാണുന്നതിന്റെ അതെ അതെ പോവാൻ നേരത്തെ കിസ് ബേബി നമുക്ക് എല്ലാം കാണിച്ചു തരുമല്ലേ, ഒരു റിവ്യൂ ഒരു കാര്യമൊക്കെ നമുക്ക് പറഞ്ഞു തരില്ലേ? വ്ലോഗ് ചെയ്യും. അതെ, അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് അതെ. പോകുന്നതിന് നമുക്കൊരു വ്ലോഗ് കാരണേ കേട്ടാ. അതുപോലെ തന്നെ രേവതി ഡോക്ടറാണ് അതെ എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്കൊരു ഞെട്ടലായി. അതെന്ന് വെച്ചാല് പൊതുവെ നമ്മൾ റിവ്യൂ പറഞ്ഞൊക്കെ കണ്ടോണ്ടിരിക്കില്ല. ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന ആളല്ല, അതൊരു ഡോക്ടറാണെന്ന് അറിയില്ല. അതെന്തായിരുന്നു സംഭവം? അത് ഞാൻ ആയുർവേദ ഡോക്ടറാണ്. പക്ഷെ നമ്മൾ റിവ്യൂ പറയുമ്പോൾ ആ ഒരു പിടുത്തം വെച്ച് പറഞ്ഞാൽ നടക്കത്തില്ല. ഇത് എന്റർടൈൻമെന്റ് പരിപാടിയുടെ റിവ്യൂ ആണ് പറയുന്നത്. നമ്മൾ മരുന്നിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഞാൻ ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ രേവതി ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല. അപ്പൊ ഇതിനകത്ത് എടാ ഇത് ഇങ്ങനെയാണോ, എന്തൊക്കെയാ നടന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാര്യം അങ്ങനെ പറയേണ്ടത്. അപ്പൊ അതാണ് ഞാൻ ആ രീതിയിൽ തന്നെ പോകുന്നത് മുന്നോട്ട്. അതെ. അപ്പം ഈ പറയുന്ന പോലെ നമ്മള് വീഡിയോസ് കാണുമ്പോ തന്നെ ഹെയർ ഓയിൽ ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്, ഹെയർ ഓയിൽ വേണ്ടവരൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോ, ബിഗ് ബോസ് തുടങ്ങിയ പേര് കിട്ടില്ല. എന്താ പറയുക, അത് ഇതിനൊപ്പം തന്നെ അതായത് ബിഗ് ബോസ് സീസൺ ഇല്ലാത്ത ടൈമിലാണോ? ഞാനിപ്പോ ഈ ജനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ഹെയർ ഓയിൽ. അപ്പൊ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. കാര്യം ബിഗ് ബോസിന്റെ ഇത് അനുബന്ധിച്ചോട് തന്നെ എന്റെ മുടിയെല്ലാം പോയി. കാര്യം ഇതിനകത്ത് ഞാൻ പുറത്തിറങ്ങണില്ലല്ലോ. അപ്പൊ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്, ഭയങ്കരമായ സ്ട്രെസ്. കാരണം എന്റെ അടുത്ത് പ്രേക്ഷകർ തന്നെ പറയും ചേച്ചി മുടിയൊക്കെ പോയി കേട്ടാ. ഞാൻ മുടിയൊന്ന് പോട്ടെ അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരുന്നാണ് റിവ്യൂ പറഞ്ഞത്. അങ്ങനെ തോന്നി ഷെബി പറഞ്ഞു എടി മുടി ഈ റൂം നിറച്ച് സ്റ്റുഡിയോ നിറച്ച് നിന്റെ മുടിയാണ്, ദൈവം ഇത് നീ എന്തെങ്കിലും നോക്ക്. അങ്ങനെയാണ് ദൈവമേ എന്റെ മുടി പോയില്ലെന്ന് പിന്നെ ഞാൻ ആലോചിക്കുന്നത്. പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ ഡോക്ടറാണ്, അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ റെഫറൊക്കെ ചെയ്ത് അമ്മേനെ അത് കുറച്ച് അമ്മ ഡോക്ടറാണ്, പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ അധികം വയസ്സായി. എന്നാലും ഞാൻ നല്ല റെഫറൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടി തന്നെ മുടി വളരണം എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആദ്യം ഉണ്ടാക്കിയപ്പം ഞാൻ ആർക്കും കൊടുത്തില്ല. കാര്യം നമ്മളൊരു ഇത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കാൻ വേണ്ടി അപ്പൊ കുറെ പേര് ചോദിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പൊ കൊടുക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കി. ഇപ്പൊ 5 months ആയി. ഇപ്പൊ എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങി, താരനൊക്കെ. അപ്പൊ അങ്ങനെ ഇതിപ്പോ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് രേവതി നിർത്തല്ലേ. ഞാൻ പറഞ്ഞ് ബിഗ് ബോസ് സമയത്ത് എന്നെ കിട്ടത്തില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. മേടിച്ചു വെച്ചോ. അല്ല ആ കൂട്ടത്തിൽ ഇപ്പം എനിക്ക് പേഴ്സണലി ചോദിക്കല്ലേ എത്രയാണ് റേറ്റ്? നമ്മള് സ്വാഭാവികമായിട്ട് എല്ലാവരും ഇങ്ങനെ റിസൾട്ട് ഉണ്ടല്ലേ. കാര്യം നമ്മളെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്യുവർ വെളിച്ചെണ്ണയാണ്. അപ്പൊ വെളിച്ചെണ്ണയുടെ റേറ്റ് റെക്കോർഡ് വർധനമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഇതിൽ എനിക്ക് വിഷമമാണ്. കാര്യം കൂട്ടായിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ അല്ലാത്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഈ കുറെ ആർട്ടിഫിഷ്യൽ വെളിച്ചെണ്ണയൊക്കെ മാർക്കറ്റിൽ കിട്ടും, അതൊന്നും ഉപയോഗിക്കാനും പറ്റില്ല. കാര്യം റിസൾട്ട് കിട്ടണമല്ലോ. ഇത് കുറുക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രീമിയം റേറ്റിൽ നമ്മൾ കൊടുക്കും. ഞാൻ റിസൾട്ട് ഉണ്ടല്ലോ, അപ്പം വെളിച്ചെണ്ണയാണ്, പ്യുവർ ആണ്, നല്ല സാധനമാണ്. അപ്പം അതിന് നമുക്ക് എല്ലാവരും അഫോർഡബിൾ ആണ്, എന്തായാലും മേടിക്കുന്നുണ്ട്. അതെ. അപ്പം ഇനിയിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ പറയുന്ന പോലെ മേക്കിങ് കാര്യങ്ങളിലോട്ടൊന്നും നിങ്ങൾക്ക് ശ്രദ്ധ പോകാൻ പറ്റില്ല. അപ്പൊ എപ്പോഴത്തേക്ക് അതായത് ഇപ്പം നിർത്തിവെച്ചേക്കുന്നു. അതെ. അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ കാര്യം ചോദിക്കുന്ന പോലെ തന്നെ രേവതിന്റെ പ്രിപ്പറേഷൻസ് എന്താണ്? ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാല് എനിക്ക് മെന്റലി തന്നെ ഒന്ന് പ്രിപ്പയർ ആവണം. കാര്യം നന്നായല്ലേ ഷെവി ഒന്ന് ഉറങ്ങണം, കുറച്ചു നേരം നന്നായിട്ട് ഉറങ്ങി രേവു, റെസ്റ്റ് എടുക്കുക എന്നൊക്കെ ഷെവി പറയുന്നത്. കാര്യം ഉറക്കം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താണ് ഈ കുറച്ച് ഒരു ബിഗ് ബോസ് തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കും എന്തൊക്കെ നമ്മൾ ഇനി മാറ്റങ്ങൾ വരുത്തണോ വേണ്ടയോ, ഇനി സംസാരം ഇതൊക്കെ അല്ലേ കുറച്ചൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും നമ്മളെ തന്നെ. എന്ന് പറഞ്ഞാൽ നമുക്കിനി ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ പറയാം, അങ്ങനെ പറയണം, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയണം എന്നൊക്കെ ആലോചിച്ചിട്ട് കണ്ടിട്ടാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു മാറ്റം വേണമല്ലോ, അപ്ഡേഷൻ വേണം. അതുകൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പം ഒരാളെ ഹെൽപ്പിന് വെക്കണം, ഒരു ചേച്ചീനെ വെക്കണം എന്നുണ്ട്. അത് കിട്ടിയാലായി, ഇല്ലെങ്കിൽ പണി പാളും. കുഞ്ഞുവിന് സ്കൂളുണ്ട്. എനിക്കതാണ് രാവിലെ 6 മണിക്ക് എല്ലാ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വിടണം. അപ്പൊ അതാണ് എനിക്ക് അതൊക്കെ ടെൻഷനാണ് എനിക്ക്. അപ്പോൾ അത് കിടക്കുകയാണ്. അപ്പൊ അതിന് മുന്നേ 6 മണിക്കൊക്കെ ആരെങ്കിലും കിട്ടുമോ എന്തോ, ഞാൻ തന്നെ ഉണ്ടാക്കണം, ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊരു ചേച്ചിയെ കണ്ടുപിടിക്കണം. അതൊക്കെയാണ് ആ ഒരുക്കങ്ങൾ. പിന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് അന്വേഷണങ്ങൾ, അപ്ഡേറ്റുകൾ, അതൊക്കെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ആൾക്കാരിൽ ഉണ്ടാക്കണം. അതൊക്കെ അതെ.
അതെ. ഇപ്പം ഈ പറഞ്ഞ വീണ്ടും സീസൺ 7 വരികയാണെന്നുണ്ടെങ്കിൽ അതില് എല്ലാവരുടെയും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നേക്കുന്ന ഒരു പേരാണ് രേണു സുധി. തോന്നി എന്ന് വെച്ചാല് ഞാൻ പുള്ളിക്കാരിനെ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വിളിച്ചാൽ പോവുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും പുള്ളിക്കാരി ഭയങ്കര നെഗറ്റീവ് ആണല്ലോ, ഭയങ്കര നെഗറ്റീവിൽ നിൽക്കുന്ന ആൾക്കാർ അതിനകത്ത് കയറിയിട്ട് പോസിറ്റീവായി മാറാറുണ്ട്, നമ്മൾ ഞെട്ടാറുണ്ട്. അവർക്ക് ഏറ്റവും എളുപ്പമാണ്. അതെ. അപ്പം ചേച്ചിക്ക് എന്താ തോന്നുന്നേ? അത് തന്നെ എനിക്ക് തോന്നുന്നത്. കാര്യം രേണുവിന് പറഞ്ഞാല് വിളിച്ചാൽ പോകുന്നതിനും നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നല്ല നെഗറ്റീവ്, ഇനി എടുക്കാൻ നെഗറ്റീവ് ഒന്നും ബാക്കിയില്ല. ഇനി എവിടെ ഇല്ലാത്തത് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രേണു ഇങ്ങനെ കാണിക്കുന്ന തന്നെ അത് നെഗറ്റീവായി. രേണുവിന്റെ മോഹൻ കാണുമ്പോൾ തന്നെ ഫുൾ നെഗറ്റീവ്. അങ്ങനെ അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, നേരെ അങ്ങ് പോയിക്കോളൂ, അതിന്റെ നെഗറ്റീവിന്റെ ആ ഇതിലേക്ക് പൊക്കോളൂ. അപ്പം ചിലപ്പോ പിന്നെ നെഗറ്റീവ് ആവും കേട്ടോ, പറയാൻ പറ്റില്ല. ചിലപ്പോ രേണുവിന്റെ വേറൊരു സൈഡ് ആൾക്കാർ കാണും, ആംഗിള് വേറൊരു പോസിറ്റീവ് ആംഗിൾ കാണും എന്ന് പ്രതീക്ഷിക്കുക. അപ്പൊ എന്തായാലും രേണുവിന് എളുപ്പമായിരിക്കും കാര്യം അതിനകത്തോട്ട് പോവാൻ. പിന്നെ അതിനകത്ത് നിന്ന് കളിക്കാനാണ് പാട്. കാര്യം നമ്മളെ ഉപയോഗിച്ച് വേറെ ആൾക്കാർ നമ്മളെ വെച്ച് ഗെയിം കളിക്കും. അങ്ങനെയാണ് അത് ഗെയിം അങ്ങനെ നമ്മളെ വെച്ചിട്ട് ഗെയിം കളിക്കും അവര്. അപ്പൊ അതിന് വീഴാതെ പോവുക. ഒരു വിന്നർ ആവാൻ ചാൻസ് ഉണ്ടോ രേണു ചേച്ചി? അത് നമുക്ക് പറയാനേ പറ്റും. ഇപ്പൊ ജിൻഡോ വിന്നതാവും നമ്മൾ വിചാരിച്ചോ? ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒന്നും പറയാം. ഇപ്പൊ ദിൽഷ നമ്മൾ ഒരിക്കലും ദിൽഷ റോബിൻ ഉണ്ടായിരുന്നപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 8ാമതായിരുന്നു. ദിൽഷയ്ക്ക് ആൾക്കാരുടെ ഇഷ്ടം. റോബിൻ ഹുട്ടാൻ നേരെ കേറി. ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യമാണ്. കാരണം ഈ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് ഓക്കെ, ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ ആളെ പറ്റി ഇച്ചിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ടപ്പേന്ന് പിറ്റേന്ന് നോക്കുമ്പോൾ നെഗറ്റീവ് ഭയങ്കര ഇതാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് നമ്മൾ നോക്കുമ്പോൾ അങ്ങനത്തെ വലിയൊരു ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല, ആള് പെട്ടെന്നാണ് ഈ പറയുന്ന ഫെയിമിലേക്ക് വന്നതും എല്ലാം. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ ഒരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് രേണു സുധീനെ എങ്ങനെ എവിടെയൊക്കെയാണ് ആ സ്ട്രെങ്ത് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. മെന്റൽ സ്ട്രെങ്ത് ആണ് വേണ്ടത്. രേണുവിന് ഇപ്പം കൂടെ ആൾക്കാരുണ്ടാവും, ഫോണുണ്ട്, സംസാരിക്കാനുണ്ടോ. അവിടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പം എങ്ങനെ നിൽക്കും എന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. കാര്യം അവിടെ നമ്മുടെ ചുറ്റും നമ്മുടെ കൂടെ എടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനുണ്ടെന്ന് പറയുന്ന ആള് വരെ കള്ളമായിരിക്കും പറയുന്നത്. അവർക്ക് വേണ്ടിയായിരിക്കും പറയുന്നത് ഞാനുണ്ടെന്ന് പറയുന്നത്. കാര്യം ചിലവര് ഉണ്ടാവും, ശരി, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഉള്ളിന്റെ ഉള്ളിൽ. അപ്പൊ അവിടെ രേണു അതെങ്ങനെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. കാര്യം ഇവിടെ രേണുവിന് ഫോണുണ്ട്, അവിടെ ഒന്നുമില്ല. ചുറ്റും ഉള്ളവരെല്ലാം അവർക്ക് വേണ്ടി കളിക്കാൻ വന്ന ആൾക്കാരാ, അവർക്ക് വേണ്ടി സ്വന്തമായിട്ട്. അപ്പൊ നമ്മൾക്ക് അയ്യോ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ചിലപ്പോൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരിയെ ചിലപ്പോൾ ഫുൾ യൂസ് ചെയ്യായിരിക്കും, അങ്ങനെയും പറയാം. അപ്പൊ അങ്ങനെയും വരാൻ ചാൻസുകളുണ്ട്. അപ്പോ അവിടെ ഒറ്റയ്ക്ക് കളിക്കാനുള്ള സ്ട്രെങ്ത് വേണം. അത് ഫിസിക്കലും വേണം, മെന്റലും വേണം. അതെ അല്ലെ? അതെ. സത്യം പറഞ്ഞാൽ ഫിസിക്കലി ഉള്ളതിനേക്കാളും എനിക്കൊന്നും മൈൻഡ് നമ്മള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മെന്റലി നമ്മളെ ഡ്രെയിൻ ചെയ്യാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ മാത്രമല്ല അവിടെ കേറുമ്പോ തന്നെ നമ്മുടെ ഈ സംഭരിച്ചു വെച്ചേക്കണ രേവതി പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് പെട്ടെന്ന് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അതെ, രേവതി പറഞ്ഞ പോലെ അവിടെ പോയിട്ടുണ്ടല്ലേ. നമുക്ക് ഇങ്ങനെ ഒരുപാട് ക്യാമറാസ് ഉണ്ട് ചുറ്റും, പക്ഷെ വലിയൊരു സ്പേസ് ആണ്, നിറച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട്, നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കും. പക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് ആ ലൈറ്റ് ഇതൊന്നും കാണാൻ പറ്റില്ല, സെറ്റിങ്സ് ഒന്നും കാണാൻ പറ്റില്ല ശരിക്കും, എല്ലാം മുകളിലല്ല. അപ്പം നമുക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അടിക്കും. അപ്പം നമ്മളിങ്ങനെ ഏതോ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ പ്രേക്ഷകർ കാണുന്ന വീട്ടിനകത്ത് നിൽക്കുന്നതായിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഇത് എവിടെ തുടങ്ങണം, എന്നെയാണോ എടുക്കുന്നത് ക്യാമറ, ഞാൻ എന്ത് പറയണം, ഞാൻ ഇത് പറയുന്നത് കേൾക്കുന്നുണ്ടോ, ഞാനിപ്പോ നെഗറ്റീവ് ആവും, ഇതൊക്കെ 1000 ചിന്തകളായിരിക്കും അതിനകത്ത് കളിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വരുന്നത് കേട്ടോ. പക്ഷെ നമുക്കത് അതാണ് ഈ സേഫ് ഗെയിമിലൊക്കെ ചിലവർ പോകുന്നത്, അവരെ കുറ്റം പറയാനും പറ്റൂല. പറ്റി കോൺഷ്യസ് ആവും. ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞേക്കണ ഇപ്പൊ എന്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോ പേഴ്സണൽ ആയിട്ട് പറഞ്ഞത് ചെകുത്താൻ കോട്ട അങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് കാണാനല്ല എന്നാണ് പറഞ്ഞത്. അതെ അതെ, കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ചുറ്റുമുള്ളവരെല്ലാം ഇത് സംഭവം സത്യമാണോ അല്ലയോ, ഇവര് പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റൂല. അതിലൂടെ കൂടെ ബിഗ് ബോസ് ഒരു ടാസ്കുമായിട്ട്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒന്നും പറ്റത്തില്ല. നമ്മള് ഒറ്റ അവിടെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂലല്ലോ ആരും. ഞാൻ ശരിയാണോ കളിക്കുന്നതെന്ന് ലാലേട്ടനാണെങ്കിൽ വന്ന് ഹിന്റ് തന്നിട്ട് പോകത്തേ ഉള്ളൂ. ചിലപ്പോ നമ്മൾ ലാലേട്ടൻ മിണ്ടൂല നമ്മ എടുത്ത്. അപ്പൊ ഈശ്വര ഇത് ലാലേട്ടൻ മിണ്ടാത്തെന്ത്. അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന ഗെയിമാണ്. അതെ, നന്നായിട്ട് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും കണ്ണിങ്നെസ്സും ഒക്കെ ഉണ്ട് ഉള്ള ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഈ പറയുന്ന പോലെ ആ ഒരു ടൈമിൽ അങ്ങനെ ഷിഫ്റ്റ്
വെച്ചിട്ടാണോ ഉറങ്ങല്? അങ്ങനെയില്ല. അങ്ങനൊന്നും പറ്റില്ല. ഇല്ല, ഫുൾ ടൈം ഞാൻ കേട്ടാലേ എനിക്ക് രേവതി കേട്ടാലേ എനിക്ക് രേവതിക്ക് പറയാൻ പറയാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ വേറെ ആകും ചിലപ്പോ, കിട്ടത്തില്ല. ഒരു പക്ഷെ ആള് നേരത്തെ കേൾക്കണത് പോലെ ആവില്ല. ആവില്ല. ഞാനിത് കേട്ടിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും, ലൈവിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അല്ല ടോക്സിക് സീസൺ ആണെങ്കിൽ തീർന്ന്. എന്നിട്ട് നിങ്ങളല്ലേ ഇതെങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. ഞാൻ പറഞ്ഞ തെറ്റാണ്, ക്ഷമിക്കില്ല, നിങ്ങൾ ക്ഷമിക്കൂല. ഒരു ചെറിയ വരി മാറിയാൽ തന്നെ അതെ. സമ്മതിക്കില്ല. മഞ്ഞയല്ല പച്ചയായിരുന്നു, പച്ചക്കാടാണ് പൊക്കിയത് എന്ന് പറഞ്ഞ് പച്ചക്കാട് കമന്റ് സെക്ഷൻ പച്ചക്കാട് തെറ്റിപ്പോയി, പച്ചക്കറി തെറ്റിപ്പോയി, അല്ല തെറ്റാണ് നിങ്ങൾ പറഞ്ഞേക്കണം മൊത്തം. അങ്ങനെ ഇത്ര മിസ്റ്റേക്ക് മതി. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ താഴെ കമന്റ്സിൽ വരും. അപ്പൊ അത് മാക്സിമം കണ്ണൊക്കെ ഇങ്ങനെ തുറന്നൊക്കെ വെച്ചിട്ടിരുന്ന് കാണും, മഞ്ഞയാണോ പച്ചയാണോ എന്താണോ. കാര്യം ഇനി എന്തെങ്കിലും ഒരു അത്ര തീരെ വയ്യാതെ ഉറങ്ങി പോവാണെന്നുണ്ടെങ്കിൽ ഉറങ്ങില്ല, സാധാരണ ഒട്ടും ഉറങ്ങില്ല. പിന്നെ അങ്ങനെ വലിയ കണ്ടന്റ് ഇല്ലാത്ത സമയം ഉണ്ടാവൂല. അങ്ങനെ സമയം തന്നെയാണ് ചെറുതായിട്ടൊന്ന് കണ്ണെടുക്കാൻ ഞാൻ നോക്കും. ചെറിയൊരു സെക്കൻഡ് എന്തിനുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പറയും. ഞാൻ പറയാം ഷെബീസ കുറച്ചൊന്ന് കണ്ണടച്ചോട്ടെ, അപ്പൊ ഞാൻ കുറച്ചൊന്ന് കാണുമോ, അങ്ങനെ കാണും. ഇപ്പൊ ചില ടാസ്ക് ഒക്കെ മെയിൻലി കാണും, ചില കാര്യങ്ങളൊക്കെ അല്ലേ ചിലപ്പോ ഇവര് ഒന്നും ഉണ്ടാവൂല, നമുക്ക് ഉറക്കം വരും. എന്നാലും പിന്നെ ഈ ചില കഥ പറയൽ ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഉറങ്ങിയോടെ. എന്നാലും മാക്സിമം കണ്ണ് തുറന്നിരുന്നത് എല്ലാം കേൾക്കണം. അതെ 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 അതെ. എപ്പോഴെങ്കിലും തോന്നിയോ ദൈവമേ ഇത് ഭയങ്കര തലവേദനയാ? അതെ, എനിക്ക് തോന്നിയത് പറഞ്ഞാല് വേറെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്, റിവ്യൂ പറയാനും ഇതൊക്കെ എനിക്ക് ഇതാണ്. കാരണം നമുക്കത് ഒരു റെക്കഗ്നേഷൻ ആണ്, ഒരു ഫെയിമാണ്, ഒരു വരുമാന മാർഗവും കൂടിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ വർക്കാണ്, നമുക്ക് ഒരിക്കലും അതങ്ങനെ മടുപ്പ് വരാൻ പാടില്ല. പക്ഷെ ചില സമയത്ത് പറഞ്ഞാല് എനിക്ക് കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും സത്യം പറഞ്ഞാൽ വിഷമം വരും. ഇത് എന്തെങ്കിലും എഴുതാനുണ്ടോ, ഇത് ഒന്നും ഇല്ലാത്ത സീസൺസ് ഉണ്ടാവും. വെറുതെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക, പിന്നെ ഒരാളെ വിന്നർ ഓൾറെഡി നമുക്ക് 2 മാസം മുന്നേ അറിയാം, അങ്ങനെയൊക്കെ വരുമ്പോ ആ സീസൺ ഒന്നും ഇല്ലാണ്ടായി പോവും. അങ്ങനെയൊക്കെ തോന്നുമ്പോ ഇത് എന്തോന്ന് ഇങ്ങനെ ആയിപ്പോയെന്ന് തോന്നും. അങ്ങനെ ഒരു വിഷമം വരും. അങ്ങനെ ഒരു മട്ടുപ്പ് തോന്നിയ ഒരു സീസൺ ഏതാ? സീസൺ 5 നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നല്ല സീസൺ ഒക്കെ തന്നെയാ. ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും സീസണിനകത്ത് ഒരു പഞ്ച് ഉണ്ടായിരുന്നില്ല. അതായത് ഓൾറെഡി അഖിലാണെന്ന് അവരെല്ലാരും കൂടെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ അഖിലിനെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ കളിയൊന്നും വന്നില്ല. പിന്നെ എല്ലാവരും അഴകുഴമ്പായിട്ട് അങ്ങനെ പോവാ. പോയി. നമ്മളൊരു മത്സരം ഉണ്ടാവുമ്പോഴല്ലേ അതിലൊരു കാണാനായിട്ടും പറയാനായിട്ടൊരു ത്രില്ലുണ്ടാവും. അങ്ങനെ വരാതിരിക്കുമ്പോ ബുദ്ധിമുട്ടായി. അപ്പൊ പിന്നെ ഒരു മത്സരം ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നുമില്ല, ശോഭയും ജുനേസും മാത്രം ഉണ്ട് അപ്പുറത്ത് നിന്നിട്ട്. പിന്നെ എന്തോന്നും ഒരാള് വിജയിയാകും, അതെ, അയാളെ തന്നെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ബോറല്ല. അപ്പൊ അതങ്ങനെ എനിക്ക് ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാ സീസൺസ് അല്ലേ ഒരുവിധം എല്ലാം നല്ല സീസൺസ് തന്നെയാണ്. നല്ല സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. അതെ. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീസൺ ഏതാന്ന് ചോദിച്ചാൽ സീസൺ നമ്മൾ റിവ്യൂ തുടങ്ങിയിട്ട് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. എല്ലാം അടുത്ത് നിൽക്കുന്ന സീസണാണ്. 4 ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ടോക്സിക് ആണേ, 4 ടോക്സിക്. കാര്യം അത്ര അറ്റാക്ക് കിട്ടിയ സീസൺ എന്ന് പറഞ്ഞാൽ അത്ര അറ്റാക്ക് കിട്ടിയ സീസണാണ്. ഐ ഓപ്പണിംഗ് സീസണാണ്. അതെ അതെ. കാര്യം രാജാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നോക്കണ്ട. എതിരെ പോലും അല്ല, 100 നല്ലത് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാണ്. 100 നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ലതാണ്, അത് ഇത് നല്ലതെല്ലാം നല്ലത്. പക്ഷെ ഇത് ശരിയായില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ അവരെ കുറിച്ച് എല്ലാം മോശമേ പറയുള്ളൂ. അങ്ങനെ ആക്കി തീർക്കും. അങ്ങനെ ആക്കി തീർക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ, ഈ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങനത്തെ കുറെ ഗ്രൂപ്പുകളുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക്. പിന്നെ അതൊന്നും ഒന്ന് മോശം പറഞ്ഞാൽ മതി, പിന്നെ ആ സീസൺ മുഴുവൻ അവര് ഞാൻ അയാളെ മോശം പറഞ്ഞതായിട്ട് മാറ്റും. അതാണ് അത് ഉണ്ടായ കാര്യം പറഞ്ഞുകൊണ്ടാ, ഇല്ലാത്തതല്ല നമ്മൾ പറഞ്ഞത്. അവിടെ നടന്ന ഒരു ഫാക്ട് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് പറ്റൂല, അങ്ങനെയല്ല. പിന്നെ അടുത്ത വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കും. അടുത്ത വീഡിയോസിൽ പിന്നെ നീ അതല്ലേ, ഈ വീഡിയോയിൽ നല്ലതാ പറയുന്നത്, എന്നാലും ഇല്ല നീ അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കണം. നമ്മളെന്ത് അവര് പറയട്ടെ നോക്കും. ആ തരത്തിലുള്ള ഈ ആർമീസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഈ പേഴ്സണലി നമ്പർ എടുത്തിട്ട് മെസ്സേജ് അയക്കലുണ്ട്. അത് ആരെന്നൊന്നും അറിയില്ല. ഇത് പ്രായപരിധി ഒന്നും ഇല്ല കേട്ടോ ഇതിന്. ഇതിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള സാറന്മാര് വരെ ഉണ്ട്. നമ്മളെ വിളിച്ചിട്ട് ഒട്ടും മെച്ചൂർഡ് അല്ലാത്ത രീതിയിൽ, ഒട്ടും മനസ്സിലാക്കാത്ത ഇതിനെന്തോ പേഴ്സണൽ ആയിട്ട് കണ്ടിട്ട് നീ മനഃപൂർവ്വം അല്ലേ, നീ അങ്ങനെയല്ലേ. ഞാനപ്പോ ഇതെന്താ സംഭവം, ഇതൊരു ഗെയിം അല്ലേ, ഇതിലെന്തോന്ന് ഇരിക്കുന്നത് ഇത്രയ്ക്ക് പറയാം. പക്ഷെ ഇതിനെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടൊക്കെ കണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റുള്ളവരെ വഴിതെറ്റിച്ച് വിടുന്ന ആൾക്കാരും ഉണ്ട്. ഈ പ്രേക്ഷകരെ വഴിതെറ്റിച്ച്, അതെ, ഇത് എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ അവർക്ക്. ഞാൻ എപ്പോഴും പറയും ഇത് കണ്ട് കളയും, ഇത് വെറുതെ കണ്ട് കളയേണ്ട ഷോ ആണ്, ഇതിനകത്തൊന്നും എടുക്കാനില്ല. ചിലപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ വെറും ഫേക്കായിരിക്കും, അത് നിൽക്കാൻ വേണ്ടിയിട്ട്, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നതാണ്, അവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെ ഇങ്ങനെ ഇതെടുത്ത് ഇതാക്കരുത്.
അതൊക്കെ ഞാൻ എപ്പോഴും പറയും. പക്ഷെ ആർക്കും അത് എല്ലാ സീസൺ എത്തുമ്പോഴും നമ്മൾ പറയുവേ, പക്ഷെ അത് സീസൺ തുടങ്ങുമ്പോൾ എല്ലാം പഴയപടി. അതെ, അത് ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ ആ ടൈമിൽ പൊക്കുമ്പോഴേ നമുക്കറിയാം അതെ, ഇത് അടുത്ത സീസൺ അല്ലെങ്കിൽ ഒരു കൂടിപ്പോയ 2-3 മാസത്തിൽ ഇവരൊക്കെ താഴെ പോവും എന്ന് നമുക്കറിയാം. പക്ഷെ അവർക്ക് വേണ്ടിട്ട് ജീവൻ കളയാൻ വരെ റെഡി ആയിട്ടുള്ള അത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുകയാണ്. അതെ, അങ്ങനെ റിയൽ ആയിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോഴും ഓരോരുത്തർ രാജാവായി തന്നെ ഇരിക്കും. അങ്ങനെ ഒരാളില്ലല്ലോ. അതെ, ഇവര് രാജാക്കന്മാര് വരെ താഴെ ഇറങ്ങി ഇപ്പൊ നിൽക്കുകയാണ്. അതെ, അതെ. അത് പിന്നെ അടുത്ത രാജാവിന് വേണ്ടി കാത്തിരിക്കുക. രാജാവ് ഇല്ലെങ്കിൽ പിന്നെ അത് ഒരു മോശം സീസൺ. ഫോൾസ് ഇംപ്രഷൻ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ആ സമയത്ത് ഉണ്ടാവും, ഫാൻസ് ഉണ്ടാവും, ഓഫ് കോഴ്സ് ഫാൻസ് ഉണ്ടാവും. പക്ഷെ അത് ഓവർ പീരീഡ് ഓഫ് ടൈം പോകും. PR വർക്കിന്റെ കൂടെ ഭാഗമായിരിക്കും അല്ലേ? അതെ, വർക്ക് ഇപ്പൊ എല്ലാം ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യാത്തവരാരും ഇല്ല. പക്ഷെ ഇതിന്റെ വേറൊരു സൈഡ് പറഞ്ഞാൽ ഡീഗ്രേഡിങ് നടക്കും മറ്റ് കണ്ടസ്റ്റൻസിന്. അത് മറ്റ് കണ്ടസ്റ്റൻസ് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. അതാണ് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തത്. ഇവരുടെ പോസിറ്റിവിറ്റി എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ല, ഇവരുടെ പോസിറ്റിവിറ്റി പറയുന്നതിനെക്കാട്ടി മറ്റുള്ളവരുടെ നെഗറ്റീവ് പറയാം. അത് ഇവരാരോട് അഗൻസ്റ്റ് ആണോ നിൽക്കുന്നത് അവരാവും. അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പോസ്റ്റ് വഴിയും ഇൻസ്റ്റാ വഴിയും ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. അതാണ് ഭയങ്കര പ്രശ്നം. നമ്മുടെ ആൾക്കാർ അതൊക്കെ ഇങ്ങനെ സ്വീകരിക്കും. ലേഡി ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നെഗറ്റീവ് ആവും. ഒരു ലേഡി കണ്ടസ്റ്റന്റിനെതിരെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ ആൾക്കാർ ശരിയാന്ന് പറയും. ആ കാര്യത്തില് ഞാൻ ഇപ്പൊ പറയുന്നത് കഴിഞ്ഞ സീസണില് ജാസ്മിന് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ഒരു കോംബോയെ ആർക്കും ഇഷ്ടമേ അല്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയുന്ന തന്നെ എന്തോ നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെയായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ അവരിപ്പോ പുറത്തിറങ്ങിയിട്ട് അവരിപ്പോ ഒരുമിച്ച് വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര പോസിറ്റീവ്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ കാര്യം, അവർ രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ്. സ്വന്തമായിട്ട് എല്ലാ നിലപാടുകളും ആശയങ്ങളും എല്ലാം ഉണ്ട്, നല്ല സ്ട്രോങ് ഒക്കെയാണ്. രണ്ടുപേരും രണ്ടായിട്ട് കളിച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ. ഇടയ്ക്ക് അവരുടെ കോംബോ ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. പിന്നെ കോൺട്രോവേഴ്സി വന്നു ജാസ്മിനെ വെച്ചിട്ട്. അതായത് ജാസ്മിൻ ഓൾറെഡി ജാസ്മിന്റെ പേഴ്സണൽ കാര്യങ്ങളും ഇതെല്ലാം പ്രശ്നങ്ങളായി. എല്ലാം സാധാരണ ഓഡിയൻസിനും കുടുംബ പ്രേക്ഷകർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. പക്ഷെ അവര് സത്യം പറഞ്ഞാൽ അവര് റിയൽ ആയിട്ട് അങ്ങ് നിന്ന് അവർക്ക് ആ ഒരു ഇഷ്ടം തോന്നി നിന്നതായിരിക്കാം. പക്ഷെ നമുക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും രണ്ടായിട്ട് നിന്നിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ ജാസ്മിൻ കപ്പടിക്കുമായിരുന്നു. അത് ഉറപ്പാണ്. അതെ, അതുപോലെ തന്നെ ഇത്രയും സീസണിൽ വെച്ച് നോക്കുമ്പോൾ ആകെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ ഒരൊറ്റ സീസൺ മാത്രമേ ഉള്ളൂ. ബാക്കി വെച്ച് നോക്കുമ്പോൾ അർഹിക്കാതെ വിജയായി പോയെന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ എല്ലാവരും വോട്ട് കിട്ടിയാ ജയിച്ചത്. വോട്ട് കിട്ടാതെ അങ്ങനെ ഫോൾസ് വോട്ട് കിട്ടി ജയിച്ചത് സീസൺ 4 നമ്മുടെ ദിൽഷ. അത് നമുക്ക് അർഹതയില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ദിൽഷ കളിച്ചോണ്ടാണ് ദിൽഷ ആ ആൾക്കാരെല്ലാം ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്ത്. അതെ, ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തു. അതായത് എനിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള ഇംപ്രഷൻ ഉണ്ടാക്കി ദിൽഷ എടുത്തു. അത് ദിൽഷയുടെ കഴിവാണത്, ദിൽഷയുടെ ഗെയിമാണത്. ആ ഇതില് സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇമോഷണൽ ആയ ആൾക്കാർ അതിൽ വീണാണ് നമ്മുടെ ആൾക്ക് വേണ്ടി നമ്മൾ ഇവളെ ജയിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ വന്നു. അങ്ങനെ വരാൻ കഴിയുന്നത് അത് ദിൽഷയുടെ വിജയമാണത്. അതുകൊണ്ട് അർഹിക്കുന്നത് പറയാൻ പറ്റില്ല. ആ കുട്ടി അവിടെ ഗെയിം കളിച്ചു. ആ പ്ലെയർ അങ്ങനെ കളിച്ചു, വിജയിച്ചു. അത് നമ്മള് പ്രേക്ഷകരെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ മണ്ടത്തരാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല ഫൂൾ ചെയ്തിട്ട് പിന്നെ നോക്കുമ്പോഴത്തേക്ക് നോ പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാം കൂടി ആ കുട്ടിയുടെ തലയിൽ. അതിന്റെ ആവശ്യമില്ല. നിങ്ങളാണ് കൊടുത്തത്, ജയിപ്പിച്ചത്, അത്രേ ഉള്ളൂ. അതിന് നിങ്ങൾ ഇനിയിപ്പോ അത് യെസ് പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ, അങ്ങനെയില്ലല്ലോ. പക്ഷെ അത് ഇതാക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. അതിൽ വീണു. ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അതെ, ദിൽഷ അത് എനിക്ക് അതിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. ദിൽഷ അവിടെ പക്ഷെ നമ്മള് പറഞ്ഞ പ്രേക്ഷകർ അവിടെ അമിതമായ പ്രതീക്ഷ, കല്യാണം, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യല്, ഇതൊക്കെയാണ് കമന്റ് ബോക്സില. അതെന്തിനാ ഇങ്ങനെയൊക്കെ ആയി പോണത്? അത് അവര് പറയട്ടെ ആദ്യം. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുട്ടി ജയിക്കും, നമ്മുടെ ദിൽഷ ജയിക്കും. പക്ഷെ ദിൽഷ ദൈവമേ വല്ല നോയും പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്തവർ, എന്റെ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ടാവണം, നിങ്ങൾ വോട്ട് ചെയ്തവർ തന്നെ ആ കൊച്ചിനെ ദയവ് ചെയ്ത കൊച്ചിനെ വെറുതെ വിടണേ, ഒന്നും ചെയ്യരുതെന്ന്. പക്ഷെ അതേപോലെ തന്നെ നടക്കുകയും ചെയ്ത് നോയും പറഞ്ഞ് പ്രശ്നമായി. പിന്നെ ആ കുട്ടി അത്രമാത്രം അറ്റാക്കാണ് അനുഭവിച്ചത്. അതെ, സൈബർ അറ്റാക്ക് ഒരു രീതിയിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള. അതുപോലെ തന്നെ ഈ പറയുമ്പം സീസൺ 6 വരെയുള്ള കളികളല്ല ഇനി വരാൻ പോകുന്നത്. ഇനി 7ന്റെ പണിയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ലാലേട്ടന്റെ തീ വാർന്ന പ്രമോ വന്നപ്പം മുതൽ എല്ലാരും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു കാർഡും ഇനി ഇറക്കിയിട്ട് കാര്യമില്ല, ഇനി കളിച്ചാ നിനക്കൊക്കെ ജയിക്കാമെന്ന്. നടന്നാ മതിയായിരുന്നു. അങ്ങനെ ഞാൻ കമന്റ് കണ്ടു കേട്ടോ. നടന്നാ കൊള്ളാം. അവൻ ലാലേട്ടൻ വന്നിട്ട് മോനെ എന്തെങ്കിലും കഴിച്ചാ മോനെ എന്ന് പറഞ്ഞാൽ തീർന്നു, കഴിഞ്ഞ്. നമ്മളൊക്കെ പ്രതീക്ഷയോടെ ഇങ്ങനെ ഇരിക്കും. ആദ്യം ലാലേട്ടൻ എന്താ മോനെ ഓരോരുത്തർ എന്തൊക്കെയാ കഴിച്ചതെന്ന് പറഞ്ഞ്
പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒരു സീസണിലൊക്കെ തന്നെ ആണെങ്കിൽ ലാലേട്ടൻ ഭയങ്കര കർശനമായിട്ട് ആരെയൊക്കെ എതിർത്ത് പറഞ്ഞ ലാലേട്ടനെ വരെ അതെ പറയുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാ ലാംഗ്വേജസിലും ഹോസ്റ്റ് എപ്പോഴും അതെ അറ്റാക്ക് നേരിടുന്ന ആളാണ്. അതെ അതെ അതെ, അതെന്തായാലും ആണ്. അപ്പൊ ലാലേട്ടൻ പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഹോസ്റ്റ് എന്തായാലും കിട്ടും. പക്ഷെ അതൊക്കെ എന്തോന്ന്, എനിക്ക് സത്യം പറഞ്ഞ ചിരിയാ വരുന്നത്. ലാലേട്ടനെയൊക്കെ സൈബർ അറ്റാക്ക്, ലാലേട്ടൻ എവിടെയുണ്ട്, ഇത് ആർമിയോ, അതൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. അത് ചിരിയാ വരുന്നത്. അത് ആ സമയത്തുള്ള ഇതാണ് ജയിപ്പിക്കാൻ വേണ്ടിട്ട് ഈ മറ്റു ഓഡിയൻസിന്റെ കണ്ണിൽ, ഒരു സാധാരണ ഓഡിയൻസിന്റെ കണ്ണിൽ പൊടിയിടാനാണ് ഇതെല്ലാം. അതെ, ഒരു പ്രമോ കണ്ടപ്പോ രേവതിക്ക് എങ്ങനെ പേഴ്സണലി ഒരു എന്താ എനിക്ക് തോന്നുന്നത്? ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രമോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടായി. അതെ, കാര്യം നമ്മള് പ്രേക്ഷകര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവര് പറഞ്ഞിട്ടുണ്ട്. വിക്ടിം കാർഡ്, സേഫ് കാർഡ്, എല്ലാ മറ്റേ എല്ലാ സംഭവങ്ങളും ഷോയില് ഉണ്ടാകുന്ന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അവർ സ്വയം ഐഡന്റിഫൈ ചെയ്ത് അവർ അഡ്രസ് ചെയ്തിട്ടുണ്ട് അതിന്. ഇവൻ ലാലേട്ടനെ പോലെ ലാലേട്ടൻ തന്നെ ട്രോളി, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നടന്ന് കണ്ടാ മതി. എത്രത്തോളം പ്രതീക്ഷയുണ്ട് നടക്കും എന്നുള്ളതിൽ? എല്ലാം കണ്ടസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നല്ല റിയൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരൊക്കെ നെഗറ്റീവ് ഒക്കെ ആവും, പക്ഷെ എന്നാലും ഷോ കാണാൻ നല്ല രസമായിരിക്കും. ഫേക്ക് ആണെങ്കിൽ ഇങ്ങനെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ലാലേട്ടനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മേക്കേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെ കൂടെ കോളോ. അപ്പൊ ഇവരുടെ സെലക്ഷൻ പ്രോസസ് ആയിരിക്കണം ഇമ്പോർട്ടന്റ്. സെലക്ട് ചെയ്യുന്ന ആൾക്കാർ നല്ല റിയൽ ആയിട്ടുള്ള പ്ലേയേഴ്സും ഇങ്ങനെ എന്റർടൈൻമെന്റ് ഫാക്ടർ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ രക്ഷപ്പെട്ടു, നമുക്ക് കാണാൻ രസം ഉണ്ടാവും. അതുപോലെ തന്നെ രേവതി ആണെങ്കിലും ചാനലിലൂടെ പ്രൊഡിക്ഷൻ ലിസ്റ്റ്, അതെ, രണ്ടാമത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെ. അപ്പം ഈ പറയുന്ന പോലെ അത് നമ്മുടെ പേഴ്സണലി ഉള്ള എല്ലാവരുടെയും ഒരു ഡൗട്ടാ, എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത്. ഇനി തുടങ്ങുമ്പോ തന്നെ, ഈ തുടങ്ങാറാവുമ്പോ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങും, ആരൊക്കെ വരും എന്നുള്ളത്. പിന്നെ ഇപ്പൊ ഫസ്റ്റ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെയൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ഇത് വരും. അതായത് ഓൾറെഡി വിളിച്ച ആൾക്കാരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാര്യം നമ്മുടെ ഇങ്ങോട്ടൊക്കെ പലതും ആ കോണ്ടാക്റ്റിലൂടെ നമുക്ക് കിട്ടും. അതായത് ഇവരെ ഇത്രയും പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, കോണ്ടാക്ട് വന്നിട്ടുണ്ട്, ഇത്രയും പ്രാവശ്യം ഇവരെ സീസണിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വിളിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ട്, അതൊന്നൊക്കെ എടുക്കും. പിന്നെ കുറച്ച് നമുക്ക് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടിയ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടും. പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമേ ഇടുള്ളൂ, ലാസ്റ്റ് മാത്രമേ കൺഫർമേഷൻ കൊടുക്കൂ. കാര്യം ഇതിനകത്ത് ചിലപ്പോഴുണ്ടല്ലോ പ്രഡിക്ഷൻ നമ്മൾ കൺഫേം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം കൺഫർമേഷൻ കൊടുക്കുന്നില്ല, ലാസ്റ്റേ കൊടുക്കുള്ളൂ. അവർ കയറാൻ സമയത്ത് ലാസ്റ്റ് മാറാനും ചാൻസ് ഉണ്ട്. കുറെ പേര് ലാസ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. ഇപ്രാവശ്യവും അതിനുള്ള ചാൻസുകൾ കൂടുതലാ മാറാനുള്ള. പ്രഡിക്ഷനിലുള്ള ആൾക്കാർ, കൺഫേം ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വരെ മാറിപ്പോവും ലാസ്റ്റ്. അങ്ങനെ ഈ പറയുന്ന പോലെ ഇത്തവണ കോമണേഴ്സിന് ഏകദേശം എത്ര പേരുണ്ടാവും എന്നാ വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്ന ഒരു അപ്ഡേറ്റ് ഒന്നും എനിക്ക് ആയിട്ടില്ല. പക്ഷെ എന്നാലും ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ഉറപ്പായിട്ട് ഉണ്ടാവണം എന്നേ ഞാൻ പറയുന്നത്. ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും കാര്യം ഭയങ്കര പരാതിയാണ് എല്ലാവരുടെയും. കോമണേഴ്സ് വരുമ്പോ അല്ലേ ലേഡീസ് ആണുങ്ങൾ കളിക്കണം എങ്ങനെയെന്ന് കാണാനായിട്ട് ആഗ്രഹമുണ്ട് ജനങ്ങൾക്ക്. അതെ അതെ, അതുകൊണ്ട് ലേഡീസിനെ മാത്രം എടുത്തതിൽ ആദ്യത്തെ എടുത്തില്ല, രണ്ടാമത്തെ എടുത്തില്ല, ഇപ്പൊ മൂന്നാമത്തേതാണ് ആൾക്കാർ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. ഒരു സപ്പോർട്ട് ഉണ്ടാവും അവർക്ക് കേട്ടോ. തുടക്കത്തിലുണ്ടാവും, കളിച്ചില്ലെങ്കിൽ ഉണ്ടാവത്തില്ല. തുടക്കത്തിൽ എന്തായാലും മെയിൽ കോമണർ വന്നാൽ സപ്പോർട്ട് ഉണ്ടാവും.